2 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ ക്വറ്റയിലൂടെ ഓടുന്ന ജാഫർ എക്സ്പ്രസിൽ വലിയൊരു അട്ടിമറി നടന്നത്. ജാഫർ എക്സ്പ്രസ് പോകുന്ന ആ പാളത്തിൽ ഒരു വമ്പൻ സ്ഫോടനമുണ്ടായി. ആ വമ്പൻ സ്ഫോടനത്തിൽ ധാരാളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ എത്ര സൈനികരാണ് എന്നുള്ള കണക്കുകൾ മാത്രം ഒരു മാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നില്ല. ഇപ്പോഴിതാ പാകിസ്ഥാൻ അതിന് പ്രതികാരം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം ഇരച്ചു കയറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പാകിസ്ഥാൻ സുരക്ഷാ സേന രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ നടത്തിയ റെയ്ഡുകളിൽ കുറഞ്ഞത് 41 സായുധ പോരാളികളെ വധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരെ രാജ്യത്തിന്റെ സൈന്യം പ്രാദേശിക എതിരാളികളായും അയൽക്കാരനുമായ ഇന്ത്യയുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നതെന്നാണ് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ അത് നിരന്തരം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ സൈന്യം പറയുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് മാരകമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നതെന്നാണ്. അഫ്ഗാനിസ്ഥാനുമായ ഒരു നീണ്ട അതിർത്തി പങ്കിടുന്നതും ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം തേടുന്ന വിഘടനവാദ ഗ്രൂപ്പുകളുടെ താവളമായി വളരെ കാലമായി നിലനിൽക്കുന്നതുമായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇപ്പോൾ വലിയ റെയ്ഡ് നടന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് സംഭവം നടന്നതെങ്കിലും ഇന്ത്യയുടെ പിന്തുണയുള്ള പോരാളികളാണ് മാരകമായ ഏറ്റുമുട്ടലുകളിൽ ഉൾപ്പെട്ടതെന്ന് തെളിവുകൾ നൽകാതെ സൈനിക മേധാവി അല്ലെങ്കിൽ സൈനിക പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ഹർനായി ജില്ലയിലെ പ്രാന്തപ്രദേശത്ത് നടന്ന ആദ്യ ആക്രമണത്തിൽ കുറഞ്ഞത് 30 പോരാളികൾ കൊല്ലപ്പെട്ടതായി സൈന്യത്തെ ഉദ്ധരിച്ച് പാകിസ്ഥാനിലെ ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പോരാളികൾ ഫിത്ന അൽ ഖറാജ്, അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി സഖ്യമുള്ള നിരോധിത പാകിസ്ഥാൻ താലിബാനെ പരാമർശിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന പദമാണിത് എന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാകിസ്ഥാനിലെ പഞ്ച്കൂർ ജില്ലയിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ ഫിത്ന അൽ ഹിന്ദുസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യൻ സ്പോൺസർ ചെയ്ത 11 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സൈനിക മാധ്യമ വിഭാഗം ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ഇന്ത്യ സ്പോൺസർ ചെയ്തതാണെന്ന് പറയുമ്പോഴും ഇതിനൊന്നും യാതൊരുവിധ തെളിവും പാകിസ്ഥാന് നൽകാനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഡിസംബറിൽ പഞ്ച്കൂറിൽ നടന്ന ഒരു ബാങ്ക് കവർച്ചയിൽ കൊള്ളയടിച്ചതായി പറയപ്പെടുന്ന പണവും വെടിക്കോപ്പുകളും രണ്ടാമത്തെ റെയ്ഡിൽ കൊല്ലപ്പെട്ട പോരാളികളിൽ നിന്നും കണ്ടെടുത്തതായും സൈന്യം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളം.